പൂഞ്ഞാറിൽ അണപൊട്ടിയൊഴുകിയ വിപ്ലവ പോരാട്ടത്തിനിടയിൽ ഒരു പോലീസുകാരൻ്റെ തലയേറ്റ് വീഴുന്നു. അതോടെ അതുവരെയുണ്ടായിരുന്ന പോരാട്ടത്തിൻ്റെ രൂപവും ഭാവവും മാറി. പോരാട്ടം നയിച്ചിരുന്ന സമര നേതാവ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഒളിവിൽ പോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം പുന്നപ്രയിലെ ബീഡി തൊഴിലാളിയുടെ വീട്ടിൽ നിന്നും സമര നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ ദിനം 1946 ഒക്ടോബർ 28. പോലീസിന്റെ മർദ്ദനമുറകൾ അല്പം കടന്നതായിരുന്നു. അവർ ജനലഴിയിലൂടെ അദ്ദേഹത്തിന്റെ കാലുകൾ രണ്ടും പുറത്തേക്കിട്ട് കാലിന് മുകളിൽ വിലങ്ങനെ ഒരു ലാത്തി വെച്ച് കെട്ടി ലോക്കപ്പ് പൂട്ടി. കുറച്ചുപേർ ലോക്കപ്പിന് അകത്തുനിന്നും കുറച്ചുപേർ ലോക്കപ്പിന് പുറത്തുനിന്നും തുരുതുരെ അദ്ദേഹത്തെ മർദ്ദിക്കാൻ ആരംഭിച്ചു. അകത്തു നിന്നവർ തോക്കിന്റെ പാത്തുകൊണ്ടും പുറത്തു നിന്നവർ ചൂരൽ കൊണ്ടും ഉള്ളംകാലിൽ പൊതിരെ തല്ലി. ഈ മർദ്ദനത്തിലൊന്നും മതിവരാത്ത മറ്റൊരു പോലീസുകാരൻ തോക്കിന്റെ ബയോണറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ വലതു കാലിൽ കുത്തി. ബയോണറ്റ് പാദം തുളഞ്ഞ് അപ്പുറത്തെത്തി. ജയിലിൽ മുഴുവൻ രക്തം തളം കെട്ടി നിന്നു. ചോര വാർന്ന് ആ സമര നേതാവിന്റെ ബോധം പോയി. മർദ്ദനത്തിൽ അദ്ദേഹം മരിച്ചു എന്ന് കരുതിയ പോലീസുകാർ അദ്ദേഹത്തെ കാട്ടിലുപേക്ഷിക്കാൻ കള്ളനായ കോലപ്പൻ എന്ന വ്യക്തിയെ ചുമതലപ്പെടുത്തി. കാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ എന്തോ സംശയം തോന്നിയ കോലപ്പൻ ആ നേതാവിന്റെ മൂക്കിന് താഴെ ഒന്ന് വിരൽ വെച്ച് നോക്കി. ശ്വാസം നിലച്ചില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ അദ്ദേഹത്തെ പാലായിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കോലപ്പൻ തന്നെ നിർബന്ധം പിടിച്ചു. കള്ളന് തോന്നിയ തെല്ല് കാരുണ്യത്തിൽ അദ്ദേഹം വേദനയോടും മരുന്നിനോടും മല്ലടിച്ച് മാസങ്ങൾ തള്ളി നീക്കി. ദിവസങ്ങളും മാസങ്ങളും പിന്നിട്ടു. ദുരിതം പേറിയ ദിനങ്ങൾക്കൊടുവിൽ ആ സമര നേതാവ് ജയിൽ മോചിതനായി. ചോര ചിന്തിയ കാലിലെ വേദനയിൽ ചവിട്ടി അദ്ദേഹം വീണ്ടും സമരഭൂമികയിലേക്ക് നടന്നു നീങ്ങി. ആ വർഷം 1948 മാസം ഫെബ്രുവരി. ആ നേതാവിൻ്റെ പേര് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. ഇനി ഒരു ബയോണറ്റിനും മുൾപ്പെടുത്താനാകാത്ത കരുത്തോടെ, ഒരു തോക്കിനും കീഴടങ്ങാത്ത ഉശിരോടെ പോർക്കളത്തിലേക്കിറങ്ങിയ ആ നേതാവിനെ ഉള്ളുനീറി മുദ്രാവാക്യം വിളിച്ച് ജനങ്ങൾ സ്വീകരിച്ചു. കേരളത്തിൽ ഇന്നേ വരെ ചാർത്തി കിട്ടാത്ത പട്ടം നൽകി അവർ വിളിച്ചുകൂവി, കണ്ണേ കരളെ VSI. എന്റെ വൃദ്ധത്വം എന്റെ യുവത്വം. പണ്ടൊരു നാടുവാഴിക്കാലത്ത് ജാതി കോമരങ്ങൾക്കെതിരെ നട്ടിലുയർത്തി നിന്ന് മുഷ്ടി ചുരുട്ടിയതിൽ നിന്ന് തുടങ്ങിയ പോരാട്ടമാണ് VSന്റേത്. അച്ഛൻ നൽകിയ അരഞ്ഞാണം ഊരിയടിച്ചുകൊണ്ടായിരുന്നു അന്ന് ജാതി വിളിച്ചവരെ നേരിട്ടത്. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ 4 വയസ്സു മുതൽ VSന്റെ കൂടെ കൂടിയതാണ്. പിന്നീട് കയർ ഫാക്ടറി തൊഴിലാളിയായി ജോലി ചെയ്യവേ പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം 40കളുടെ ആദ്യം കുട്ടനാട്ടിലേക്ക് പോയ അദ്ദേഹം കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. കുട്ടനാടൻ പാടവരമ്പുകളിലും ചതുപ്പുകളിലും നീന്തിയും തുടിച്ചും നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി 1943 ആയപ്പോൾ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപിക്കപ്പെട്ടു. കർഷക തൊഴിലാളി ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഇത്. സംഘടന പിന്നീട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനായും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയനായും വളർന്നു. ചെത്തു തൊഴിലാളി യൂണിയൻ, മത്സ്യത്തൊഴിലാളി യൂണിയൻ, കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ എന്നിവയുടെയെല്ലാം സംഘാടകനും പ്രക്ഷോഭകനുമായി മാറി. കയർ ഫാക്ടറി തൊഴിലാളി സമരം ഒടുവിൽ പുന്നപ്ര വയലാർ സമരമായി ഇതിഹാസം രചിച്ചു. ആയിരത്തി 1946 ഒക്ടോബർ 24 ഗത്യന്തരമില്ലാതെ 100 കണക്കിന് തൊഴിലാളികൾ പുന്നപ്ര പോലീസ് ക്യാമ്പ് ആക്രമിച്ചു. 29 പേർ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. ഒക്ടോബർ 26 വയലാറിലേക്കുള്ള പട്ടാള മുന്നേറ്റം തടയാൻ മാരാരിക്കുളത്തെ തടിപ്പാലം പൊളിച്ച തൊഴിലാളികൾക്ക് നേരെ നടന്ന വെടിവെപ്പിൽ 6 തൊഴിലാളികൾ മരിച്ചു. തുടർന്ന് ഒക്ടോബർ 27 പുന്നപ്രയിലും വയലാറിലും പട്ടാളം കൂട്ടക്കൊല നടത്തി. 1000-ലധികം പേരാണ് അന്ന് മരിച്ചത്. ഈ സമരത്തെ തുടർന്ന് പൂഞ്ഞാറിൽ ഒളിവിലിരിക്കുമ്പോഴാണ് അദ്ദേഹം പോലീസിന്റെ പിടിയിലാകുന്നതും കാൽവെള്ളയിൽ ബയോണറ്റ് കുത്തിയിറക്കിയുമുള്ള പോലീസ് മർദ്ദനത്തിന് ഇരയാകുന്നതും. പുന്നപ്ര വയലാറിൽ തുടങ്ങി സൂര്യനെല്ലിയിലെയും മൂന്നാറിലെയും വൻമലകളിൽ തട്ടിയ മുദ്രാവാക്യം കാസർഗോഡൻ കശുവണ്ടി തോപ്പുകളിലും പ്ലാച്ചിമടയിലെ പൊരിയുന്ന വെയിലത്തും അയാളുടെ പിന്നാലെ തന്നെ നടന്നു. കേരളത്തിലെ സമരമുഖങ്ങളിൽ ഓടിയെത്തി സമരം ചെയ്യുന്നവരോട് കാണിക്കുന്ന ഐക്യദാർഢ്യവും സമരക്കാരുടെ വീറും വീര്യവും വർദ്ധിപ്പിക്കുന്നതിനുതകുന്ന പ്രോത്സാഹനവുമാണ് VSനെ സമര നേതാവായി വാഴിച്ചത്. VS താണ്ടിയ വഴികളിൽ അത്രയും കണ്ടതും കേട്ടതും കൂടെ കൂട്ടിയതുമെല്ലാം സമരങ്ങളെയും പ്രതിഷേധങ്ങളെയുമായിരുന്നു. അതുകൊണ്ട് ഏതെല്ലാം സമരങ്ങൾ, എത്രയെല്ലാം സമരങ്ങൾ എന്ന് അടയാളപ്പെടുത്തുക അത്ര എളുപ്പമല്ല. അഴിമതിക്കെതിരെ മുഖം നോക്കാതെ പോരാടിയ VS പരിസ്ഥിതിക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, നിരാലംബർക്കും കുടിയിറക്കപ്പെട്ടവർക്കും വേണ്ടി നിലകൊണ്ടു. നെൽവയൽ നികത്തലിനെതിരെ തുടങ്ങിയ സമരം
മുല്ലപ്പെരിയാർ, വാഗമൺ, പൂയംകുട്ടി, മതികെട്ടാൻ മലയിലെ വനം കയ്യേറ്റം, ജലചൂഷണം തുടങ്ങിയവ മുന്നിൽ നിന്ന് നയിപ്പിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ പോലുള്ള ചില നീക്കങ്ങളും മലയാളി സാക്ഷ്യം വഹിച്ചു. 2001-2006 കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VSന്റെ രണ്ടാം ഇന്നിംഗ്സിൽ വനം കയ്യേറ്റങ്ങൾ, അനധികൃത ലോട്ടറി മാഫിയ, ആദിവാസികളെ കൊന്നൊടുക്കിയ മുത്തങ്ങ പോലീസ് വെടിവെപ്പ്, മുൻ LDF സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പ്ലാച്ചിമടയിലെ കൊക്കോകോള പ്ലാന്റ് എന്നിവയ്ക്കെതിരെ അദ്ദേഹം പോരാട്ടങ്ങൾ നടത്തി. ചേർപ്പ് MLA ആയി വിജയിച്ച സമയത്ത് അഖിലേന്ത്യാ യുവജന ഫെഡറേഷന്റെ സംസ്ഥാന ഭാരവാഹിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു. അക്കാലത്ത് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയായിരുന്ന VS MLA-മാരെ കൂട്ടി ഡൽഹിയിൽ പോയി ജന്തർ മന്ദറിൽ വലിയ സമരം നടത്തുകയും അത് ദേശീയ തലത്തിൽ തന്നെ വാർത്തയാവുകയും ചെയ്തു. റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതുൾപ്പെടെ അന്നത്തെ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിച്ച അവഗണനയ്ക്ക് എതിരെയായിരുന്നു VSന്റെ പ്രതിഷേധമെല്ലാം. അധിക മഴ പെയ്ത് തൃശൂർ കോൾ മേഖലയിലെ കൊയ്ത്തിന് ഭാഗമായ നെൽകൃഷി മുഴുവൻ വെള്ളത്തിൽ മുങ്ങി നെല്ലെല്ലാം മുളച്ചു തുടങ്ങിയ സംഭവമുണ്ടായി. VS തൃശൂർ കോൾ മേഖലയിൽ സഞ്ചരിക്കുകയും നെൽകൃഷിയിൽ കനത്ത നാശം നേരിട്ട കർഷകരെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും കൂടാതെ സമരത്തിൽ കർഷകർക്ക് പിന്തുണയുമായി നിൽക്കുകയും ചെയ്തു. 2001-2006 കാലഘട്ടത്തിൽ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും 2 ടേമായി മുഖ്യമന്ത്രിമാരായിരുന്ന UDF സർക്കാരിന്റെ വികലമായ നയങ്ങൾക്കെതിരെ ഒട്ടനവധി സമരങ്ങൾ അക്കാലത്ത് നടക്കുകയുണ്ടായി. കരിമണൽ ഖനനം, ഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യുവജന ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുമ്പോൾ വളരെ അനുഭാവത്തോടുകൂടി ആ സമരങ്ങളെ VS പ്രോത്സാഹിപ്പിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിലെ പല മന്ത്രിമാർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നപ്പോഴും വലിയ സമരങ്ങൾക്ക് കേരളം സാക്ഷിയായി. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ സമര ഐക്യനിര കേരളത്തിൽ രൂപം കൊണ്ടു. ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരസമിതിക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ സമരപ്പന്തലിൽ എത്തുകയും ചെയ്തു. അങ്ങനെ ചെറുതും വലുതുമായ നിരവധി സമരങ്ങൾ ചെയ്യുന്നവരോട് അദ്ദേഹത്തിന് വലിയ പ്രതിപത്തിയുമായിരുന്നു. ഒരുപക്ഷെ ഈ വേളയിൽ VSനെ കുറിച്ച് സംവിധായകനും മാതൃഭൂമി ദിനപത്രം മുൻ അസിസ്റ്റന്റ് എഡിറ്ററും എഴുത്തുകാരനുമായ പ്രേംചന്ദ് അടയാളപ്പെടുത്തിയത് ഓർത്തുപോവുകയാണ്. ദൈവത്തിന്റെ മൗനം ബർഗ്മാൻ സിനിമകളിലെ നിതാന്തമായ പ്രമേയമാണ്. അസന്തുഷ്ടിയുടെ മഹാമാരികൾക്കിടയിൽ ജീവിക്കേണ്ടി വരുമ്പോഴും കേൾക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വാക്കുപോലും കേൾക്കാതിരിക്കുമ്പോഴുള്ള നിശബ്ദതയുടെ ലോകമാണത്. അത് നമ്മെ പിന്തുടരും. ആ മൗനം നമ്മെ ചൂഴ്ന്നു നിൽക്കും. VSനെ പോലുള്ള ഒരാളുടെ മൗനം നമ്മുടെ രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച അഭാവം പകരം വയ്ക്കാനാകാത്ത വണ്ണം അസ്വാസ്ഥ്യജനകമായ ഒരു അനുഭവമായി മാറിയിരിക്കുന്നു. ഏതോ അർത്ഥത്തിൽ VS ഉണ്ടായിരുന്നെങ്കിൽ, VS ഇടപെട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന തീവ്രമായ ഒരാഗ്രഹത്തിന്റെ പ്രതിഫലനം ഇതിൽ അറിയാതെ നേളിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയ ബോധം സംസാരിക്കുന്നു, ആഗ്രഹിക്കുന്നു നമ്മുടെ സമകാലീന രാഷ്ട്രീയത്തിൽ VS ഉണ്ടായിരുന്നെങ്കിലെന്ന്. കേട്ട മക്കളെ